ഹലോ ഗായ്സ്, അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ബെൽറ്റ് ടെസ്റ്റ് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞ്, യെല്ലോ ബെൽറ്റ് ടെസ്റ്റ് കഴിഞ്ഞ് ഇന്ന് അടുത്ത ബെൽറ്റ് ടെസ്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. രാവിലെ 8 മണിക്കാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട് വന്നു. അങ്ങനെ രാവിലെ തന്നെ യാത്രയായി ഗൈസ്. നല്ല സൺലൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അന്നത്തെ പോലെ സോറി, ഞാൻ സംസാരിച്ചതെല്ലാം കാറ്റടിച്ച് എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ല. ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നു എനിക്കും ക്ലിയർ അല്ല. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ചെറിയ ചെറിയ രാവിലത്തെ കച്ചവടക്കാർ, വഴിയോരമായിട്ട് കച്ചവടക്കാർ എല്ലാവരും സൂര്യൻ അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി കഴുകിയിട്ടിട്ട് പോയതാണ്. ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ അവസാനം എനിക്ക് ബെൽറ്റ് ടെസ്റ്റ് പാസ്സായി. നെക്സ്റ്റ് ഗ്രീൻ ബെൽറ്റ് അവാർഡ് ചെയ്യുന്ന ഇതാണ് കാണുന്നത്. പക്ഷേ എനിക്ക് വേറെ ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തില്ല. സോറി ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇത്. വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ആരോമൽ, എൻ്റെ ഫ്രണ്ട്, നമ്മൾ ലൈഫിനെ പറ്റിയും ജോബിനെ പറ്റിയും അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റിയും സംസാരിക്കുകയാണ്. കേരളത്തിലൊരു ശരാശരി മലയാളി ഇങ്ങനെയായിരിക്കും ഏകദേശം, ജോലിയില്ലാത്ത ഒരാൾ. ഇന്നങ്ങനെ എൻ്റെ ബെൽറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ഞാൻ തിരിച്ച് വന്നു, ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. എന്നെ രാവിലെ ഡ്രോപ്പ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആരോമൽ ജി ഇന്നൊരു അലയൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക്, മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയാണ് 28-ാം വയസ്സിൽ ഒരു പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുക. അപ്പോൾ എങ്ങനെയായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, കഴിവില്ലെങ്കിൽ ഇനിയും പോകരുത്. കഴിവില്ല. അപ്പം താങ്കൾ പറയുന്ന ഈ പ്രൈവറ്റ് കമ്പനിയുള്ള ആൾക്കാർ, എനിക്കറിയാം, മനസ്സിലായി. ആരോമൽ എന്തോ അപമാനിച്ചു വിട്ടു. എന്നെ അപമാനിച്ചു. എന്തെന്ന് പറഞ്ഞ അപമാനിച്ചു? എന്നെ എല്ലാം പറഞ്ഞു, വ്യക്തമാക്കി പറ. നമ്മളെ എക്സ്പ്രസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞു. അവർ ചിലപ്പോൾ സത്യമായിരിക്കുമല്ലോ പറഞ്ഞത്. അത് തന്നെ സത്യം തന്നെ പറഞ്ഞല്ല, സത്യം പറഞ്ഞു. അപ്പോൾ അതിന് അവിടെ അടുത്ത് കലിപ്പാണോ? അവരുടെ അടുത്ത് കലിപ്പൊന്നുമില്ല. പിന്നെ എന്താണ് വിഷമം? അവർ അപ്പം തന്നെ പറഞ്ഞു വിടണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് നിനക്ക് നേരത്തെ വീടെത്താൻ പറ്റില്ലേ? അങ്ങനെ നോക്കണേ ശരിയാണ്. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി, അപ്പം തന്നെ പറഞ്ഞു വിട്ടത്. അപ്പം ഇനി എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ? എങ്ങനെയാണ് നെക്സ്റ്റ്? എന്തായാലും ഒരു ഇൻ്റർവ്യൂക്ക് പോയി ഫെയിൽഡായി. അപ്പം നെക്സ്റ്റിനി എന്താണ്? നെക്സ്റ്റിനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ശരി, ബൈ. എൻ്റെ മുഖം ഇത്ര ഉള്ളല്ലേ. എൻ്റെ അനിയൻ എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരുകയാണ്. അവ എന്താണെന്ന് പറയുന്നത് കേൾക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലൈഫിൽ ഇത് ഉപകാരപ്പെടും? പറഞ്ഞോ, മുഖം കാണിക്കാതെ പറഞ്ഞാലും മതി. താല്പര്യമില്ല. പുള്ളിക്ക് പേഴ്സണൽ ലൈഫ്, പ്രൈവറ്റ് ലൈഫ് പബ്ലിഷ് ചെയ്യുന്ന ഇഷ്ടമാണ്. പാരമുള്ള എന്നാണ് പറയാനുള്ളത്. എൻ്റെ പറയുന്നതിൻ്റെ സത്യമാണ്. അതെ, ഒന്നും പറയാനില്ല. മന്നു എന്നെ തെറി വിളിക്കുകയാണ് ഗൈസ്. മന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനാണ്. ഞാൻ തെറി വിളിക്കുകയാണ്. ചുമ്മാ ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നു. 30 വയസ്സായി ഇല്ലയുടെ കളവാ, തനിക്ക് ജോലിക്ക് വയ്ക്കുന്നു. ജോലി കളഞ്ഞിട്ട് വീട്ടിൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഗൈസ്. മന്നു ഒരു കരിയർ ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും കരിയർ കൺസൾട്ടൻസിനോ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അനിയനെ ഫോളോ ചെയ്താണ്. നമ്മളുടെ കയ്യിൽ കാലിൽ എന്തോ ഒരു ഇൻ്റർവ്യൂക്ക് പോയതിന് ശേഷം എന്തോ പറ്റി. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് അറിയുന്നത്. ബുള്ളറ്റിൽ സൈലൻസറിൽ കാല് കയറി തട്ടി.
ഇറച്ചി കരിഞ്ഞു പോയി.